ഹായ് ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപക്ഷെ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു രീതിയിൽ സ്ക്വയർ റൂട്ട് ആവുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പേനയും പെൻസിലും ഉപയോഗിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഏതൊരു സ്ക്വയർ റൂട്ട് വന്നാലും വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡുകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അതെങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ നോക്കാം. വീഡിയോ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ സാധാരണ രീതിയിൽ സ്ക്വയർ റൂട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. ഒരു നാലഞ്ചോ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. നാലക്ക നമ്പർ ആകുമ്പോൾ മൂന്നക്ക നമ്പർ ഒക്കെ ആകുമ്പോൾ സ്പ്ലിറ്റ് ഒക്കെ ചെയ്തിട്ട് അതിന്റെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കുറെ ഒരു മൂന്നാല് സ്റ്റെപ്പ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡൊക്കെ നമുക്ക് ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് തന്നെ കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. നമുക്ക് എന്തായാലും നേരെ വീഡിയോ ഇട്ട് പോവാം. കുറച്ച് മിനിറ്റ് നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നോക്കുക. കാരണം കുറച്ച് മിനിറ്റ് എന്തായാലും നമ്മൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ എങ്ങനെയാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൻസർ വന്നതൊക്കെ അറിയണം. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മറക്കാതെ ഈ കോഡ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ പേര് ഞാൻ കൊടുത്തിരിക്കുന്നത് സ്പൈഡർമാൻ ട്രിക്ക് എന്നാണ്. അത് പറയാനുള്ള കാരണം ഞാൻ വയ്യ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് സ്പൈഡർമാൻ ട്രിക്ക് എന്ന് കൊടുത്തതെന്ന് മനസ്സിലാവും. അപ്പോൾ സ്പൈഡർമാൻ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സ്ക്വയർ റൂട്ട് കാണാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ ഞാനിപ്പോ കുറച്ച് സമയം ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക കുറച്ച് സമയത്തോട്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക. ആദ്യത്തെ കോഡ് പഠിക്കണമെങ്കിൽ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്യുന്ന പഠിക്കണമെങ്കിൽ പേനയും പേപ്പറും ആവശ്യമാണ്. കാരണം അത് പറയാൻ കാരണം അല്ല നിങ്ങൾക്ക് കൺഫ്യൂസ് ആകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതിക്കൊള്ളാം. ഒരു പേപ്പർ എടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ 1 മുതൽ 10 വരെയുള്ളത് താഴോട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 1 മുതൽ 10 വരെ താഴോട്ട് എഴുതുക. എന്നിട്ട് 11ാമത്തേത്, അടുത്തത് 11 11, 12 വരുന്നത്, അത് 1ന്റെ സൈഡിലായിട്ട്, അതായത് പാരലായിട്ട് 1ന്റെ സൈഡിലായിട്ട് അത് എഴുതുക. അപ്പോൾ 1, അടുത്ത 11, എന്നിട്ട് താഴെ 12, 13, 14, 15, 20 വരെ. 10ന് നേരാകുമ്പോൾ 20 ആവും. അങ്ങനെ ആ രീതിയിൽ എഴുതുക. അപ്പോൾ സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട് ഈ രീതിയിൽ. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 1 എഴുതിയിട്ടുണ്ട്. 1, 11, 12, 1, 2, 3, 4, 10 വരെ എഴുതി. എന്നിട്ട് 11, 12, 13, 14, 20 വരെ എഴുതിയിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ 21 സ്റ്റാർട്ട് ചെയ്യുന്ന ഇതില്ല. 21, 22, 23, 24 ഇങ്ങനെ നിങ്ങൾ എഴുതുക. 30 നിങ്ങൾ എത്ര വരെ എഴുതണം എന്ന് ചോദിച്ചാൽ ഇത് കണ്ടിന്യൂസ് ചെയ്ത് ലാസ്റ്റ് 50 വരെ. അതായത് അടുത്ത എന്താ വരുന്നത്, 30 ശേഷം 31 ചെയ്ത് 40 വരെ, 41 ചെയ്ത് 50 വരെ. 50 വരെ നിങ്ങൾ പേപ്പറിൽ എഴുതുക. എന്നെ കാണുന്ന നിങ്ങൾ എന്നോടൊപ്പം തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾ 50 വരെ എഴുതിയതിന് ശേഷം ചെയ്യേണ്ടത്, എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 50 വരെ എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് കാണാം ഇവിടെ. ഇപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. നിങ്ങൾ 1, 11, 21, അടുത്ത എന്താ 31, 41, 51, 61 അങ്ങനെ പോകും. താഴെ നോക്കിയോ 10, 20, 30, 40, 50, 60 അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി സെന്ററിനെ നോക്കിയോ 5, 5, 15, 25, 35, 45, 55 അങ്ങനെ പോകും. 3 ആണെങ്കിൽ 3, 13, 23, 33, 43, 53, 63. ഓക്കെ അല്ലേ? അപ്പൊ ആ രീതിയിൽ ആണ് ഇത് റീഡ് ചെയ്യേണ്ടത് നമ്മൾ. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്, നിങ്ങൾ ഈ 10ന്റെ താഴെ 10ന്റെ സ്ക്വയർ എഴുതുക, 20ന്റെ താഴെ 20ന്റെ സ്ക്വയർ എഴുതുക, 30ന്റെ താഴെ 30ന്റെ സ്ക്വയർ. ഇപ്പൊ 10ന്റെ സ്ക്വയർ ചോദിച്ചാൽ 10ന്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? അങ്ങനെ ആയിരിക്കും. പക്ഷെ 10ന്റെ സ്ക്വയർ വളരെ സിമ്പിൾ ആണ്. 10 × 10 നമുക്കൊക്കെ അറിയാം 100 ആണ്. അപ്പൊ 20ന്റെ സ്ക്വയറോ 20 ചെയ്യേണ്ട ആവശ്യമില്ല. 20ന്റെ സ്ക്വയർ എടുക്കുന്നത് 0ന് വാല്യൂ ഇല്ല. അപ്പൊ 2 × 2 നമുക്കറിയാം 4. അപ്പൊ 2 0 ചേർത്ത് 400 ആണ് 20ന്റെ സ്ക്വയർ. അതിന്റെ താഴെ ഈ 10ന്റെ താഴെ 100 എന്നും 20ന്റെ താഴെ 20ന്റെ സ്ക്വയർ 400, 30ന്റെ താഴെ 30ന്റെ സ്ക്വയർ ആയിട്ടുള്ള 3ന്റെ സ്ക്വയർ നമുക്കറിയാം 3 9 ആണ്. അപ്പൊ 900 വരും. ഓക്കെ അല്ലേ? 900. അടുത്ത് 4ന്റെ സ്ക്വയർ 4 × 4 16, 1600 വരും. പിന്നെ 5ന്റെ നമുക്കറിയാം 5 25, 2500 വരെ എഴുതുക. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1 മുതൽ 2500 വരെയുള്ള ഏതൊരു സ്ക്വയർ ചോദിച്ചാലും സെക്കൻഡ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന്, നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാതെ നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും.
ആ രീതിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് അറിയണം. ഞാൻ ഇപ്പൊ എഴുതിയത് ഇതേ രീതിയിൽ ചെയ്ത് എന്നെ കുറച്ച് സമയം നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 10ന്റെ എഴുതി, 100 എഴുതി, 400 എഴുതി, എന്നിട്ട് 1900 എഴുതി, 1600, 2500 എഴുതി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓരോ സ്റ്റെപ്പും കെയർഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റേഷൻ കാണുക. ഈ നമ്മൾ ഇതുവരെ കോഡിലോട്ട് ട്രിക്കിലോട്ട് പോയിട്ടില്ല, ശരിക്കും അതിനു മുമ്പ് അറിയേണ്ട കുറെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഈ പേപ്പർ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. 100 to 400 100 to 400 ആണ്. അതായത് സ്ക്വയർ റൂട്ട് 100നും 400 വരെയുള്ള 100 to 400 ഇടയിലാണ് കേൾക്കുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, സ്ക്വയർ റൂട്ട് വരുന്നതെങ്കിൽ ഒന്നല്ല നമ്മൾ 10ഉം 20ന്റെ ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. 100 to 400 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 100, 400, 10ന്റെ 20 നമ്മൾ എടുക്കത്തുള്ളൂ. അടുത്ത 400 to 900 ആണെങ്കിലും 400 to 900 ആണെങ്കിൽ നമ്മൾ 20ന്റെ 30ന്റെ ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. 20ന്റെയും 30ന്റെയും ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. അതേ രീതി സിമ്പിൾ അല്ലേ? 900ന്റെയും 1600ന്റെയും ഇതുപോലെ ഞാൻ എഴുതിയ പോലെ എഴുതുക. 900ന്റെയും 1600ന്റെയും നമ്മൾ 30 അല്ലെ 40, 30ന്റെയും 40ന്റെയും ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. ഇനി ലാസ്റ്റ് 2500 വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 1600, 2500. അപ്പൊ 1600, 2600 ആകുമ്പോൾ നമ്മൾ 40ന്റെയും 50ന്റെയും ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. നിങ്ങൾ ഈ രീതിയിൽ ഈ കാണുന്ന വരെ നിങ്ങൾ ഈ രീതിയിൽ എഴുതുക. ഓക്കെ അല്ലേ? വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോ ഇത് എങ്ങനെ ആണെന്ന് വെച്ചാൽ 100, 400 നമുക്കറിയാം. 10ന്റെ സ്ക്വയർ ആണ് 100, 400ന്റെ സ്ക്വയർ ആണ് 20ന്റെ സ്ക്വയർ ആണ് 400 എന്ന് പറയുമ്പോൾ. അപ്പോ 10ന്റെ സ്ക്വയർ ആണ് നമുക്ക് അത് നിങ്ങൾ ഈ പാറ്റേൺ മാറി ഓർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഇതാ പറയുന്നതാണ്. അപ്പൊ 10ന്റെ സ്ക്വയർ 10, 20ന്റെ സ്ക്വയർ ആണ് 400. അപ്പൊ 10നും 20നും ഇടയിൽ നമ്മൾ എടുക്കത്തുള്ളൂ. 400 എന്ന് പറയുമ്പോൾ 20ന്റെ സ്ക്വയർ 400. എന്നിട്ട് 30ന്റെ സ്ക്വയർ നമ്മൾ നോക്കി 900. ഓക്കെ അല്ലേ? 30ന്റെ സ്ക്വയർ 900. അപ്പൊ 20നും 30നും ഇവിടെ എടുക്കും. 900, 1600. അതായത് 900 എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം 30ന്റെ സ്ക്വയർ ആണ്. 1600 ആകുമ്പോൾ 16, 4ന്റെ സ്ക്വയർ 16, 4ന്റെ സ്ക്വയർ 16 അല്ലേ? അപ്പൊ 40 എടുക്കും. ഇനി അടുത്ത് 1600, 2500 അതാകുമ്പോൾ 16 നമുക്കറിയാം 4ന്റെ സ്ക്വയർ ആണ് 16. അപ്പൊ 40ന്റെയും 25, 5ന്റെ സ്ക്വയർ ആണ് 50ന്റെയും ഇടയിലുള്ള ആൻസർ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഓർത്തേക്കാനുള്ള ടെക്നിക്കാണ് ഇപ്പൊ പറഞ്ഞ്. ഈ രീതി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. 20, 10, 20, 20, 30, 30, 40, 40, 50 ഈ ആൻസർ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കോഡിലോട്ട് പോവുകയാണ്. കോഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി മുമ്പ് പറഞ്ഞു, സ്പൈഡർമാൻ ട്രിക്ക് ആണ്. ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ സ്പൈഡർമാൻ എങ്ങനെ നൂല് വിടുന്ന ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അവർ തന്നെ ഇത് എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ സ്പൈഡർമാൻ നൂല് വിടുന്നേ. അപ്പോൾ സ്പൈഡർമാൻ ട്രിക്കാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതൊരു സ്ക്വയറിനെയും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് സ്പൈഡർമാൻ നൂല് വിടുന്നത്. എല്ലാവർക്കും അറിയാം ഈ രീതിയിലാണ് സ്പൈഡർമാൻ നൂല് വിടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആരോട് അറിയാം, പയ്യനോട് ചോദിച്ചാലും പറയും സ്പൈഡർമാൻ എങ്ങനെയാണ് നൂല് വിടുന്നത് വെച്ചാൽ അവനും കാണിച്ചിറങ്ങിയത് ഇത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ട്രിക്കിൽ ഒരു കാര്യമുണ്ട്. അപ്പോ നിങ്ങൾ കൂടെ കാണാൻ പറ്റും ഈ ഒരു കൈ റൈറ്റ് ഹാൻഡിൽ 2 വിരല്, സെൻട്രലിലെ 2 വിരൽ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇതിലും 2 വിരല് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് എത്ര ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയോ? 1, 2 മടക്കിയതും കൂട്ടി കൗണ്ട് ചെയ്യണം. 1, 2, 3, 4, 5. ഓക്കെ, 6, 7, 8, 9, 10. ഓക്കെ, അപ്പൊ 10 വിരലുണ്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, 10 വിരലുണ്ട്. 10 വിരൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഓരോ വിരലിനും 10 വെച്ചാ. 10 വിരലുണ്ട്, ഓരോ വിരലിനും 10 വെച്ചാ. അപ്പൊ 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ അല്ലേ? അത് അപ്പോ നമ്മൾ 2 മടക്കി. അപ്പൊ ഇനി ബാക്കിയുള്ള ഏതാ മടക്കി നോക്കിയാൽ 1, 2, 3 മടക്കി. 3, 4 സോറി 1 മടക്കിയില്ല, 2, 3 ആണ് മടക്കിയത്. എന്നിട്ട് 6 കഴിഞ്ഞിട്ട് 7, 8 മടക്കി. ഈ മടക്കിയതിന്റെ കാരണം നമുക്ക് ആവശ്യമല്ല. സ്ക്വയർ ആണ് നമ്മൾ കാണുന്നത് കൊണ്ട്, സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഈ മടക്കിയത് ആവശ്യമല്ല. മടക്കിയ നമ്പർ നോക്കിയേ 3, 4, 7, 8. അതായത് സ്ക്വയർ റൂട്ട് നിങ്ങൾ കാണുമ്പോൾ ലാസ്റ്റ് സംഖ്യ ഒരിക്കലും 3ഉം 2ഉം വരത്തില്ല, 3ഉം വരത്തില്ല, 7ഉം വരത്തില്ല, 8ഉം വരത്തില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ലാസ്റ്റ് സംഖ്യ ഈ പറഞ്ഞ പോലെ 2 വന്നു, 3 വന്നു, അല്ലെങ്കിൽ 7 വന്നു, 8 വന്നു, അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി, അത് സ്ക്വയർ റൂട്ടേ അല്ല, ക്യൂബാ.
അത് ക്യൂബ് റൂട്ടാ. അപ്പൊ നമുക്ക് ഇന്ന് വീഡിയോസിൽ നമ്മൾ എന്തായാലും ക്യൂബില്ല നോക്കുന്ന സ്ക്വയറാ. അപ്പൊ നമുക്ക് ഇത് ആവശ്യം പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇത് എന്താണെന്ന് പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് അത് നിർത്തിയിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ സ്പൈഡർമാൻ ട്രിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ പേനയും പേപ്പറും ഇല്ലാതെ ഏതൊരു സ്ക്വയർ റൂട്ടും വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഒന്നാമത്തെ വിരല്. ഒന്നാമത്തെ വിരലായതുകൊണ്ട് ഇതിന്റെ വാല്യൂ ഒന്നാണ്. ഒന്നാമത്തെ വിരലാണ്, റൈറ്റ് ഹാൻഡ് ആണ്. ഒന്നാമത്തെ വിരലാണ്ട് ഒന്നാ ഇതിന്റെ വാല്യൂ. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞു, ഓരോന്നിന്റെയും വാല്യൂ, ഓരോ വിരലിന്റെയും വാല്യൂ 10 വിരലിന്റെ 10നും 10 വെച്ചാ കൊടുത്തേ. അപ്പൊ നമ്മൾ ഒന്നാ പറഞ്ഞു വാല്യൂ. ബാക്കി എത്ര ഉണ്ട്? 9 അല്ലേ? ബാക്കി 9 ഉണ്ട്. അപ്പൊ എന്റെ വാല്യൂ 1ഉം 9ഉം ആ. കാരണം ഇതിന്റെ വാല്യൂ 1 ആണെങ്കിൽ ബാക്കിയുള്ള 9ഉം കൂട്ടി 1 9. ഇതിന്റെ ഒന്നാമത്തെ വിരലിന്റെ വാല്യൂ 1 9. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ വിരലല്ലേ, ഇത് നോക്കണ്ട, അത് മടക്കിയാന്ന് പറഞ്ഞ് നോക്കണ്ട. പിന്നെ പറയുന്ന രണ്ടാമത്തെ ആണ്. ഇതിന്റെ വാല്യൂ 2ആ. നമ്മൾ 2 കൊടുത്തു വാല്യൂ. 2 കൊടുക്കുമ്പോൾ ബാക്കി എത്ര? 10 തികയാനായിട്ട് 2 പോയാ 8 കൂട്ടുമ്പോൾ 10, 2നോട് 8 കൂട്ടുമ്പോൾ 10. അപ്പൊ 2ഉം 8ഉം ഇതിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? അപ്പോ ഒന്നാമത്തേന്റെ 1ആണ് വാല്യൂ. ഒന്നാമത് 10 തികയാനായിട്ട് ഇനി ഒരു 9 കൂട്ടിയാൽ മതി. അപ്പൊ 1ഉം 9ഉം ഒന്നാമത്തെ വിരലിന്റെ വാല്യൂ. രണ്ടാമത്തെ വിരലിന്റെ ഓപ്പൺ ചെയ്തല്ലോ. രണ്ടാമത്തെ വിരലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2ആകുമ്പോൾ 10 തികയാൻ എത്ര ഉണ്ട്? ഇനി 8 കൂട്ടണ്ടേ. അപ്പൊ 2ഉം 8ഉം ചേർത്ത് 10ആണ്. 2ഉം 8ആണ് ഇതിന്റെ വാല്യൂ. ഇനി വരുന്നത് കൗണ്ട് ചെയ്ത്, കൂട്ടി കൗണ്ട് ചെയ്ത്, എല്ലാം കൂട്ടി കൗണ്ട് ചെയ്ത് 1 2 3 4 5. ഇനി നമുക്ക് വരുന്ന അഞ്ചാമത്തെ വിരല. അഞ്ചാമത്തെ വിരലിന്റെ വാല്യൂ 1 ഇല്ല 5 തന്നെയാണ്. കാരണം നിങ്ങൾ ഏതൊരു സ്ക്വയർ ലാസ്റ്റ് അവസാനത്തെ സംഖ്യ 5 വന്നാലും 5 തന്നെയാണ്. അതിപ്പോ 5 10 15 നമ്മൾ ഓൾറെഡി എഴുതിയാണ്. നമ്മൾ അത് ജസ്റ്റ് 5ന്റെ ആ ലൈനൊന്നും നിങ്ങൾ റീഡ് ചെയ്യാൻ മനസ്സിലാവും. 5 15 25 35 45 55 60. ഇപ്പൊ തന്നെ നിങ്ങൾ കുറെ പേർക്ക് സംഭവം കത്തിക്കാണും എന്താ സംഭവം എന്ന്. അപ്പോ 5ന്റെ വാല്യൂ 5 തന്നെയാണ്. ഇനി അടുത്തത് ആറാമത്തെ വിരലാ വരുന്നേ. കറക്റ്റ് അല്ലേ? 5 വിരൽ കഴിഞ്ഞു. ആറാമത്തെ അടുത്ത കയ്യിലോട്ടാ പോകുന്നത്. ആറാമത്തെ വിരലാ. ആറാമത്തെ വാല്യൂ 6ആ. 6ആകുമ്പോ 10 ചെയ്യാനായിട്ട് ഇനി എത്ര കൂട്ടണം? 4 കൂട്ടണ്ടേ. അപ്പൊ 6ഉം 4 ആണ് ഇതിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി അടുത്ത കൗണ്ട് ചെയ്ത് നോക്കിയാൽ 6 കഴിഞ്ഞിട്ട് പിന്നെ 7 8 9ആമത്തെ അല്ലേ വിരൽ വരുന്നത്. 9ആമത്തേന്റെ മാത്രം ഒരു ചെറിയ 9 എടുക്കരുത്. 9ആമത്തേന്റെ 9 എടുക്കരുത്. 9ആമത്തെ ഓൾറെഡി നമ്മൾ 9 എടുത്തു. കാരണം ഒന്നാമത്തേന്റെ 1ആണ്. അപ്പൊ ബാക്കി 9 ഉണ്ട്. 9 1ആണ് ഒന്നാമത്തേന്റെ. ഈ 9ആമത്തേന്റെ വാല്യൂ 9ന്റെ 3ന്റെ സ്ക്വയർ അല്ലേ 9 പറഞ്ഞാൽ. 9 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 3 എടുത്തു ഇതിന്റെ വാല്യൂ. ഈ 9ആമത്തേന്റെ വിരലിന്റെ വാല്യൂ 3ആ. 3ആകുമ്പോൾ ഇനി 10 എത്താനായിട്ട് എത്ര ഉണ്ട്? 7 കൂട്ടണ്ടേ. 7ഉം 3ഉം 10. ഓക്കെ അല്ലേ? അപ്പോ 3 7 ഇതിന്റെ വാല്യൂ. ഓക്കെ അല്ലേ? ഇനി 10ആമത്തെ ഒരു വിരലുണ്ട്, ലാസ്റ്റ് ഒന്ന്. ഇതെന്റെ വാല്യൂ 0. 10 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 0. 0 പറയാൻ കാരണം, നിങ്ങളിപ്പോ ഏത് സ്ക്വയർ റൂട്ട് നിങ്ങൾ തന്നാലും ലാസ്റ്റ് അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ നമുക്കറിയാം. നമ്മൾ ഓൾറെഡി നിങ്ങൾ എഴുതിച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ആ രീതി നിങ്ങൾ എഴുതിയവർക്ക് മനസ്സിലാവും. 10 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 10ആ. 10ന്റെ സൈഡിൽ 20 0 അല്ലേ? 10 0. 20ന്റെ 0 30 40 50 60 70 80 എന്ത് വന്നാലും അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ അത് 0. 10 വെച്ചാ അവളെ 10ന്റെ കൗണ്ടിങ്ങാ. അപ്പോ ഈ ഒരു കാര്യം മനസ്സിലാവുന്ന വിചാരിക്കും. ഒന്നുകൂടി പറഞ്ഞു തരാം. ഒന്നാമത്തെ വിരൽ ഇങ്ങനെ സ്പൈഡർമാൻ ട്രിക്ക് ഉള്ളതാണ്. സ്പൈഡർമാൻ നൂല് വിടുന്നത് എങ്ങനെയാണ്? സ്പൈഡർമാന്റെ ട്രിക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്വയർ, ഏതിന്റെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പൈഡർമാൻ ട്രിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വിരലിന് ഒന്നാമത്തെ വാല്യൂ കൊടുത്തു. 10 ചെയ്യാനായിട്ട് 9 ഉണ്ട്. 1ഉം 9ഉം. രണ്ടാമത്തെ വാല്യൂ 2 ആണ്. 10 ചെയ്യാൻ 8. അപ്പൊ 2ഉം 8ഉം ഇതിന്റെ വാല്യൂ. അഞ്ചാമത്തെ വിരലിന്റെ 5 തന്നെയാണ്, മാറ്റമില്ല. ആറാമത്തെ വിരലിന്റെ വാല്യൂ 6ആ. 6ആകുമ്പോൾ 10 ചെയ്യാനായിട്ട് ഇനി 4 കൂട്ടണം. 6ഉം 4 ഇതിന്റെ വാല്യൂ. ഇനി ലാസ്റ്റ് ഉള്ളത് 9ആ. 9ആകുമ്പോൾ നമ്മൾ 3ന്റെ സ്ക്വയർ എടുത്തു. 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ 3 എടുത്തു. 3 10 ചെയ്യാനായിട്ട് 7 ആയി. 3ഉം 7ഉം ഇതിന്റെ വാല്യൂ. ലാസ്റ്റ് ഉള്ള 10 എന്ന് പറയുന്നത് 0. നോക്കണ്ട 10. അപ്പോ ഇനി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഇത്ര വരെ പറഞ്ഞാൽ മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ ഒന്നുകൂടി ഇത്ര പഠിച്ചാലും ഒന്നുകൂടി ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഇരിക്കുക. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സ്പൈഡർമാൻ ട്രിക്ക്. ഒന്നാമത്തെ വാല്യൂ 1 അപ്പൊ 9 എന്ന് പറഞ്ഞു. 10 ആവാൻ വേണ്ടി 1 9 ആണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു സ്ക്വയർ റൂട്ട് കാണുന്നാലും അവസാനത്തെ സംഖ്യ ഓർത്തോ, അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ, ഏതൊരു സ്ക്വയർ തന്നിട്ട് അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ നമ്മൾ ഈ ഒന്നാമത്തെ വിരലെടുക്കും. കാരണം ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ 1 ആയിരിക്കും അതിന്റെ ആൻസർ, അല്ല നിങ്ങളുടെ ആൻസർ 9 ആയിരിക്കും.
കാരണം ഒന്നാമത്തെ വാല്യൂ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ വാല്യൂ വിരലിന് ഒന്നാണ് വാല്യൂ കൊടുത്തത്. ഒന്നാമത് 10 എത്താനായിട്ട് 9 ഉണ്ട്. 9 കൂട്ടിയ 9 ഒന്നാണ് ഒന്നാമത്തെ വാല്യൂ. അപ്പൊ അവസാനത്തെ സംഖ്യ 1 വരുന്നത് ഏതൊരു സ്ക്വയർ റൂട്ട് അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നിരിക്കൽ 9 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 9 തുടങ്ങും അല്ലെങ്കിൽ 1 തുടങ്ങും. ഓക്കെ അല്ലെ? ഇനി അടുത്തത്, നിങ്ങൾക്ക് ഏതൊരു സ്ക്വയർ റൂട്ട് കാണാൻ തന്നിട്ടുണ്ട്. അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ, അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ 2ന്റെ വാല്യൂ ഇതാ. അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ നമ്മൾ ഈ വിരൽ എടുക്കും, ഈ രണ്ടാമത്തെ ഈ വിരൽ എടുക്കും. രണ്ടാമത്തെ വിരലിന്റെ വാല്യൂ എത്ര? 2, അല്ലെങ്കിൽ 2ന് 10 ചെയ്യാനായിട്ട് 8 കൂട്ടുക. അപ്പൊ 2ഉം 8ഉം ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നിരിക്കൽ 2ന്റെ ആയിരിക്കും, ഒന്നിരിക്ക് 2 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ 8 ആയിരിക്കും. ഓക്കെ അല്ലെ? ഇനി അഞ്ചാമത്തേന് പറഞ്ഞുതരാം. അവസാനത്തെ സംഖ്യ 5 ആണെങ്കിൽ, ഏതൊരു സ്ക്വയർ റൂട്ട് നിങ്ങൾ കാണാൻ തന്നെ അവസാനത്തെ സംഖ്യ 5 ആണെങ്കിൽ നമ്മൾ ഈ അഞ്ചാമത്തെ എടുക്കും. നമ്മളോട് പറഞ്ഞു അഞ്ചാമത്തെ. അപ്പോ 5 തന്നെ ആയിരിക്കും അഞ്ചാമത്തെ. 5 5ന്റെ ഗുണിതം, അത്രേ ഉള്ളൂ. 5 5ന്റെ ഗുണിതം, അതായിരിക്കും ആൻസർ. അതൊക്കെ വളരെ ഡീറ്റെയിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കുക. അവസാനത്തെ സംഖ്യ 1 വന്നാൽ ഒന്നാമത്തെ വിരൽ എടുക്കുക, 1 9 ആയിരിക്കും. അവസാനത്തെ സംഖ്യ 2 വന്നാൽ രണ്ടാമത്തെ വിരലാണ് 2 ആക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. അവസാനത്തെ സംഖ്യ 5 വന്നാൽ 5ന്റെ 5 തന്നെയാണ്, 5 തന്നെ ആയിരിക്കും. ഇനി ആറാമത്തെ, അവസാനത്തെ സംഖ്യ 6 വന്നാൽ, അവസാനത്തെ സംഖ്യ 6 വന്നാൽ നിങ്ങളുടെ വിരൽ ആറാമത്തെ വിരൽ എടുക്കുക. ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ എത്ര? 6 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും. 6ന്റെ കൂടെ 4 കൂട്ടിയാലേ 10 ഉള്ളൂ. അപ്പൊ അവസാന സംഖ്യ 6 വന്നാൽ ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ. വേറെ ഒന്നും എടുക്കേണ്ട, അവസാന സംഖ്യ 6 വന്നാൽ ആറാമത്തെ വിരൽ എടുക്കുക. 6 ആയിരിക്കും, അല്ലെങ്കിൽ 4 ആയിരിക്കും. ഇനി അവസാനത്തെ സംഖ്യ 9 വന്നാൽ, ഇവിടാണ് കാര്യം. അവസാനത്തെ സംഖ്യ 9 വന്നാൽ നമുക്കറിയാം 9ാമത്തെ വിരലാണിത്. ഓക്കെ അല്ലെ? 9ാമത്തെ വിരൽ നമ്മൾ എടുക്കും. അവസാനത്തെ സംഖ്യ 9 വന്നാൽ 9ാമത്തെ വിരൽ എടുക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര നമ്മൾ നോക്കി ഓൾറെഡി. 9ന്റെ സ്ക്വയർ ആയിട്ടുള്ള 3, അല്ലെങ്കിൽ A ആയിരിക്കും. ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ 3 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഏത്? A ആയിരിക്കും. അപ്പൊ ഓക്കെ അല്ലെ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, എന്നോടൊപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. ഒന്നാമത്തെ ഏതൊരു സ്ക്വയർ കാണാന്നുണ്ട്, അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ വിരൽ എടുക്കും. ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ 9 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അവസാനത്തെ സംഖ്യ 2 ആണെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ വിരൽ എടുക്കും. നമ്മൾ രണ്ടാമത്തെ വിരൽ എടുക്കും. ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ 2 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ 8 ആയിരിക്കും. കാരണം ഓരോന്നും 10 കൊടുത്തു, റിപ്പീറ്റേഷൻ കണ്ട് എനിക്ക് മനസ്സിലാവും കാണാത്തവർ. അപ്പോ ഒന്നിരിക്കും 8 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. അവസാനത്തെ സംഖ്യ 5 ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ 5 തന്നെ ആയിരിക്കും. 5ന്റെ സ്ക്വയർ 5 10 15, അങ്ങനെ 5 15 25 ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാവും. അത് പറഞ്ഞുതരാം. എന്തായാലും 5 ആയിരിക്കും. ഇനി അവസാനത്തെ സംഖ്യ 6 ആണെങ്കിൽ നമ്മുടെ ആറാമത്തെ വിരൽ എടുക്കും. ഒന്നിരിക്കും 6 ആയിരിക്കും നിങ്ങളുടെ ആൻസർ, അല്ലെങ്കിൽ 4 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇനി അവസാനത്തെ സംഖ്യ 9 വന്നാൽ നമ്മൾ 9ാമത്തെ വിരൽ എടുക്കും. 9 നമ്മൾ പറഞ്ഞു ഓൾറെഡി 3 ആണ് ഇതിന്റെ വാല്യൂ, ബാക്കി 10 7. അപ്പൊ 3ഉം 7ഉം ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ ഒന്നിരിക്കും ആൻസർ നിങ്ങളുടെ 3 ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ A ആയിരിക്കും. പിന്നെ 10ന്റെ അവസാനത്തെ 10 ഞാൻ പറഞ്ഞു 20 400 600 800 ഒരു നൂറ്റാണ്ട്, അങ്ങനത്തെ ആ ഒരു ഇതിൽ 0 വരുന്നതാണെങ്കിൽ നമ്മുടെ 10 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലെ? അപ്പൊ ഇത്ര കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്തായാലും നേരിട്ട് കോസ്റ്റത്തിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ കുറച്ച് കോസ്റ്റങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വളരെ ബേസ് തന്നെ പോവാം. ആദ്യത്തെ നമ്മൾ ഒരക്ക സംഖ്യ സ്ക്വയർ കാണും, എന്നിട്ട് 2 അക്ക സംഖ്യ സ്ക്വയർ കാണും, എന്നിട്ട് 3 അക്ക സംഖ്യ സ്ക്വയർ കാണും, എന്നിട്ട് 4 അക്ക സംഖ്യ സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു പേനയും പെൻസിലും ഉപയോഗിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9ന്റെ സ്ക്വയർ കാണുക. 9ന്റെ സ്ക്വയറിന്റെ റൂട്ട് 9 ഇട്ടു. അപ്പൊ റൂട്ട് 9ന്റെ റൂട്ട് കാണാൻ എങ്ങനെയാ? റൂട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ അകത്ത് 9 ഇട്ടു. അപ്പൊ ഇത് എത്ര ആയിരിക്കും അറിയാൻ വേണ്ടി നമ്മൾക്ക് പഠിച്ച മെത്തേഡ് അറിയാം. ഞാൻ കുറെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ കുറെ ഇത് കോസ്റ്റ്യാണ്, കുറെ കോസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്നോടൊപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോ നമുക്ക് എന്തായാലും 9ന്റെ സ്ക്വയർ ആണ്. 9ന്റെ റൂട്ട് 9 എത്ര? നമ്മുടെ ഇതാ സ്പൈഡർമാൻ ട്രിക്ക് എടുത്തു. 9 എന്ന് പറഞ്ഞാൽ 9ാമത്തെ വിരലാണ്. നമുക്കറിയാം 9ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3A ആണ്. ഒന്നിരിക്കും നിങ്ങളുടെ ആൻസർ 3 ആയിരിക്കും, അല്ലെങ്കിൽ A ആയിരിക്കും. ഓൾറെഡി മുമ്പ് പറഞ്ഞു 9ന്റെ സ്ക്വയർ ആകുമ്പോൾ നമുക്കറിയാം 7 എന്തായാലും വരത്തില്ലെന്നറിയാം. 7ന്റെ സ്ക്വയർ കൂടുതലാണ്. അപ്പൊ എന്തായാലും 3 നമുക്ക് ആൻസർ കിട്ടി. 3ന്റെ സ്ക്വയർ 9. ഓക്കെ അല്ലേ? ഇനി ഇതേ രീതിയിൽ വേറെ ഒന്ന് ഞാൻ വേണം തരാം. ഓക്കെ, അപ്പോ റൂട്ട് 4 കാണുക. റൂട്ട് 4 ആണ്, സിമ്പിൾ ആണ്. നമ്മൾ സ്പൈഡർമാൻ ട്രിക്ക് എടുത്തു. ഇതിന്റെ 4 ആണ്. അവസാനത്തെ സംഖ്യ 4 വന്നാൽ 2 എടുക്കത്തുള്ളൂ. കാരണം നമുക്ക് ഇതിന്റെ വാല്യൂ അറിയാം. അവസാനത്തെ സംഖ്യ 4 ആണെങ്കിൽ, മുമ്പ് പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട്. അവസാനത്തെ സംഖ്യ 4 ആണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ എടുക്കും, രണ്ടാമത്തെ നമ്പർ എടുക്കും. കാരണം ഇതിന് 2 അല്ലെങ്കിൽ 8, ഒന്നിലേക്ക് 2 ആയിരിക്കും നമ്മുടെ ആൻസർ.
അല്ലെങ്കിൽ 8 ആയിരിക്കും. കാരണം അവസാനത്തെ സംഖ്യ 4 ആണെങ്കിൽ, കാരണം 1 2 3 നാലാമത്തെ വിരല, 1 2 3 നാലാമത്തെ വിരലായതുകൊണ്ട് അവസാനത്തെ സംഖ്യ 4 ആണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത്തെ വിരൽ എടുക്കും. കാരണം 1 2 3 നാലാമത്തെ വിരല. അപ്പോ ഇതിനകത്ത് വാല്യൂ എത്ര? രണ്ടാമത്തിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഒന്നിലേക്ക് 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മുടെ ആൻസർ ഒന്നിലേക്ക് 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. എന്തായാലും അറിയാം, നമുക്ക് 8 വരത്തില്ല. 2 × 2 4. അപ്പോ വളരെ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി വലുതോട്ട് പോവാം. റൂട്ട് 49 ആണ്. അവസാനത്തെ സംഖ്യ എത്ര? 9 വരുന്നേ. നമ്മൾ എടുത്തു 9 ആണെങ്കിൽ നമ്മൾ എടുത്തു. ഒമ്പതാമത്തെ വിരലാ ഇത്. എണ്ണി നോക്കും പറയാം 9ാമത്തെ വിരലാ ഇത്. അപ്പൊ 9ാമത്തെ വിരൽ അവസാനത്തെ സംഖ്യ 9 വന്നതുകൊണ്ട് നമുക്കറിയാം ഈ വിരലിന്റെ വാല്യൂ എത്ര? 9ാമത്തെ 3 അല്ലെങ്കിൽ 7. നമ്മുടെ ആൻസർ ഒന്നിരിക്കൽ 3 ആയിരിക്കും അല്ലെങ്കിൽ 7 ആയിരിക്കും. 3ന്റെ സ്ക്വയർ നമുക്കറിയാം 3 സംശയമുള്ളവർ 3 × 3 ചെയ്യുക. വരത്തില്ല, 9 അറിയാം. പിന്നെ കൂടുതലുള്ളത് കൂടുതലുള്ളത്. അപ്പൊ ന്റെ സ്ക്വയറാ, A × A 49. ന്റെ സ്ക്വയറാ 49. കിട്ടിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. അപ്പൊ ഒരൊക്കെ സംഖ്യ ചിലപ്പോൾ പലർക്കും കിട്ടും പെട്ടെന്ന്, എന്നാലും ചെയ്യുകയാണ്. അടുത്ത ഇത് കൂടി കാണിച്ചു തരാം. റൂട്ട് 81ന്റെ റൂട്ട് കാണുക, സ്ക്വയർ റൂട്ട് കാണുക. 81ന്റെ സ്ക്വയർ റൂട്ട്. അവസാനത്തെ സംഖ്യ എത്ര? 1. നമുക്കറിയാം സ്പേഡ് മാട്രിക്സ് നമ്മൾ യൂസ് ചെയ്തു. 1 ആകുമ്പോൾ 1ാമത്തെ വിരൽ എടുക്കും. 1ാമത്തെ വിരലിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. നമുക്ക് എന്തായാലും അറിയാം 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, ബാക്കി വരുന്നത് 9. അപ്പൊ 81 പറയുമ്പോൾ 9. വളരെ സിമ്പിൾ അല്ലേ? 81 പറയുമ്പോൾ 9. കാരണം 1 ആയിരിക്കും അല്ലെ 9 ആയിരിക്കും. 1ന്റെ സ്ക്വയർ 1 നമുക്കൊക്കെ അറിയാം, ബാക്കി വരുന്നത് 9. അപ്പൊ 9 ആണ് ആൻസർ. ഓക്കെ. അപ്പൊ രണ്ടൊക്കെ സംഖ്യ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചുകൂടി വലുതിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ കുറച്ചുകൂടി വലുതിലോട്ട് പോകാം. വളരെ ശ്രദ്ധിച്ച് ഞങ്ങൾ നോക്കുക. അപ്പോ റൂട്ട് 144. നിങ്ങൾ എന്നോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്തുക. റൂട്ട് 144ന്റെ സ്ക്വയർ റൂട്ട് എത്ര? നമ്മുടെ ഇതെടുത്തു കാണിച്ചു തരാൻ വേണ്ടി സ്ലോയിൽ പോകുന്നേ. അപ്പൊ നമ്മുടെ ട്രിക്ക് എടുത്തു. നമുക്കറിയാം അവസാനത്തെ സംഖ്യ വരുന്നത് 144. 4 വരുന്നത് അവസാനത്തെ സംഖ്യ. 1 2 3 നാലാമത്തെ വിരല. അവസാനത്തെ സംഖ്യ വരുന്നത് 4 ആവുകൊണ്ട് 1 2 3 നാലാമത്തെ വിരലാണ്. 4ാമത്തെ വിരൽ എടുത്തു. 4ാമത്തെ വിരലിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു ഓൾറെഡി. രണ്ടാമത്തെ അല്ല, 1 2 രണ്ടാമത്തെ. അപ്പൊ 2. ബാക്കി വരുന്നത് 10 8. അപ്പൊ 2ഉം 8 ആണ് ഇതിന്റെ വാല്യൂ. അവസാനത്തെ സംഖ്യ 4 ആണെങ്കിൽ നമ്മൾ 4ാമത്തെ വിരൽ എടുത്തു. ഇതിന്റെ വാല്യൂ 2ഉം 8 ആണ്. ഒന്നിരിക്കും നമ്മുടെ ആൻസർ 2ന്റെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 8ന്റെ ആയിരിക്കും. അപ്പോ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. 144 വന്നേ. 144 എന്ന് പറയുമ്പോൾ 100നേക്കാളും കൂടുതലാ. 200നും താഴെ. 100ന്റെയും 200ന്റെയും ഇടയിലാ. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഫസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഫുള്ള് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 100ന്റെയും 200ന്റെയും ഇടയിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 100ന്റെയും 200ന്റെയും ഇടയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്കറിയാം ഇതിന്റെ വാല്യൂ 2 അല്ലെങ്കിൽ 8. ഇപ്പൊ 100ന്റെയും 200ന്റെയും ഇടയിലാകുമ്പോൾ നമ്മൾ ഈ 10 അല്ലെങ്കിൽ 20 എടുക്കത്തുള്ളൂ. 10ന്റെയും 20ന്റെയും ഇടയിലൂടെ എടുക്കത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം 10ന്റെ 20 ആകുമ്പോൾ 2 ആകുമ്പോൾ 12. പിന്നെ 8 അല്ലേ വരുന്നത്. ഒന്നിരിക്ക് 12 അല്ലെങ്കിൽ 18 ആയിരിക്കും നമ്മുടെ ആൻസർ. 18 അല്ലെങ്കിൽ 12. 12 എന്ന് പറയുമ്പോൾ ഇതിന്റെ 20ന്റെ അകത്തല്ലേ ഉള്ളൂ. 12 അല്ലെങ്കിൽ 18 ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് എന്തായാലും അറിയാം. ഇത് പലർക്കും സംശയം. 2 അല്ലേ? 12 ഉണ്ട്, 18 ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 12 × 12 ചെയ്തിട്ട് ആൻസർ എടുക്കാം. അല്ലെങ്കിൽ 18 × 18 എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കാം. രണ്ട് ആൻസർ എന്തായാലും നിങ്ങൾ കൈ ആൻസർ കിട്ടി. 12 12 അല്ലെങ്കിൽ 18 18. അപ്പോൾ ഇവിടെയും ഒരു നമ്മൾ ചെറുതായിട്ട് ചിന്തിച്ചാൽ നമുക്ക് അതുകൂടി ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ 144 എന്ന് പറയുമ്പോൾ 400 എത്താനായിട്ട് 100ന്റെയും 400ന്റെ ഇടയിലാണ്. 400 എത്താനായിട്ട് എന്തായാലും കുറെ ഡിസ്റ്റൻസ് ഉണ്ട്. 400 എത്താനായിട്ട് കുറെ ഡിസ്റ്റൻസ് ഉണ്ട്. കുറെ പോകണം 400 എത്താനായിട്ട്. അപ്പൊ എന്തായാലും ഫസ്റ്റ് വരുന്ന ചെറുത് നമ്പറിലെ വരത്തുള്ളൂ. ചെറുത് എന്താ വരുന്നത്? 1ലേക്ക് 2 ആയിരിക്കും. നമ്മൾ പറഞ്ഞു 2 12 അല്ലെങ്കിൽ 18 ആയിരിക്കും. 12 ആണ് ആൻസർ വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ 12 × 12 ചെയ്യുമ്പോൾ 12ന്റെ സ്ക്വയർ ആണ് 144 എന്ന് പറയുന്നത്. 12ന്റെ സ്ക്വയർ ആണ് 144. വളരെ സിമ്പിൾ. നമ്മൾ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. സ്ക്വയർ റൂട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. 12 × 12 ഈ ഒരു ട്രിക്ക് അറിഞ്ഞാൽ മാത്രം മതി. 12 അല്ലെങ്കിൽ 18 ആയിരിക്കും. നമുക്കറിയാം 144 എന്ന് പറയുമ്പോൾ 400ലും കുറെ താഴെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ആദ്യം എടുത്താൽ മതി. 12 ആണ് ആൻസർ. അല്ലെ സംശയം കൊണ്ട് ചെയ്ത് നോക്കാം. 12 × 12 144. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് 225 സ്ക്വയർ റൂട്ട് ഓഫ് 225. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 225ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ലാസ്റ്റ് വരുന്നത് നമുക്കറിയാം 5. 225
അഞ്ചാകുമ്പോൾ നമ്മൾ ഇതെടുത്തു. അഞ്ചാമത്തെ വിരലാകെ 1 2 3 4 5. അഞ്ചാമത്തിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഞ്ചാമത്തെ വിരലിന്റെ വാല്യൂ 5 തന്നെയാ. അതിപ്പോ എങ്ങനെയാലും 5 തന്നെയാ. പിന്നെ നോക്കേണ്ടത് എന്താ? അഞ്ചാമത്തെ വിരലിന്റെ വാല്യൂ നമുക്കറിയാം 5 തന്നെയാ. പിന്നെ നമ്മൾ നോക്കേണ്ടത് 100 ക്വസ്റ്റ്യൻ നോക്കണം. 225. 100ന്റെതും 400ന്റെയും ഇടയിലാ ഉള്ളത്. 100ന്റെയും 400ന്റെയും ഇടയിലാ ഉള്ളത്. അപ്പോ നമ്മൾ 10ഉം 20ഉം എടുക്കത്തുള്ളൂ. 100ന്റെയും 400ന്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ 10ഉം 20ഉം എടുക്കത്തുള്ളൂ. അപ്പൊ 5 വാല്യൂ. 10 ആകുമ്പോൾ 15 എടുക്കത്തുള്ളൂ. ആൻസർ കഴിഞ്ഞു. 15 ഇത്രേ ഉള്ളൂ. ആൻസർ 15. 100ന്റെയും 400ന്റെ ഇടയിലായതുകൊണ്ട് നമ്മൾ 5 അല്ലേ. അപ്പൊ 10ന്റെയും 20ന്റെ ഇടയിൽ എടുക്കത്തുള്ളൂ. 15. ആൻസർ കഴിഞ്ഞു. 15 എന്ന് പറഞ്ഞത് 10ന്റെയും 20ന്റെ ഇടയിലല്ലേ. 15 നമ്മുടെ ആൻസർ. 225ന്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് 15. വളരെ സിമ്പിൾ അല്ല. നമ്മൾ ഇതെടുത്തു. അഞ്ചാമത്തെ 5 വാല്യൂ. 100ന്റെയും 400ന്റെയും ഇടയിലാണ്. അപ്പൊ 15 അല്ലേ. 10ന്റെയും 20 എടുത്തു. 15 കിട്ടി. ഇനി വേറെ ഒന്ന് ഓടിച്ച്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി വലുത്. സ്ക്വയർ റൂട്ട് ഓഫ് 361ന്റെ സ്ക്വയർ റൂട്ട് എത്ര? എന്തായാലും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ അതിനൊന്നും പോകുന്നില്ല. 361ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ ട്രിക്ക് എടുത്തു. സ്പൈഡർമാൻ ട്രിക്ക് എടുത്തു. ലാസ്റ്റ് വരുന്നത് 1 അപ്പൊ 1 നമുക്കറിയാം. 1 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. ഒന്നാമത്തെ വിരല വന്നിരിക്കുന്നത്. ഒന്നാമത്തേതാ. അവസാനത്ത് 361 പറയുമ്പോൾ അവസാനം വന്ന ഒന്നാമത്തെ വിരല. അപ്പൊ 1 ആയിരിക്കും. അതേ 9 ആയിരിക്കും. പിന്നെ നോക്കേണ്ടത് 361. 100ന്റെയും 400ന്റെയും ഇടയിലാവുന്നത്. 100ന്റെയും 400ന്റെയും ഇടയിലായതുകൊണ്ട് നമ്മൾ 10ന്റെയും 20ന്റെ എടുക്കത്തുള്ളൂ. അപ്പൊ 1 ആകുമ്പോൾ 11 എടുക്കും. 9 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള 9 അല്ലേ. 29. സോറി 19. 1ന്റെയും 10ന്റെയും 20ന്റെ ഇടയിൽ. അപ്പൊ 11 അല്ലെങ്കിൽ നമുക്കറിയാം 19 ആയിരിക്കും. 11 അല്ലെങ്കിൽ 19 ആയിരിക്കും. എന്തായാലും നമുക്കറിയാം 11. അവിടെ നമ്മൾ രണ്ടും ചെയ്ത് നോക്കുന്നവർക്ക് ചെയ്ത് നോക്കാം. 11 × 11 ചെയ്യാൻ ആൻസർ കിട്ടും. അല്ലെങ്കിൽ 19 × 19 ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ അവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. 361 എന്ന് പറയുമ്പോൾ 100ന്റെയും 400ന്റെയും ഇടയിലാണ്. 400 എത്താനായിട്ട് ഇനി കുറച്ചേ ഉള്ളൂ. കാരണം 400 എത്താനായിട്ട് കുറച്ചേ ഉള്ളൂ. എന്തായാലും വലിയ സംഖ്യ വരത്തുള്ളൂ. അപ്പൊ 9 19. 1 × 11 അല്ലെങ്കിൽ 19 ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്കറിയാം 361 ആകുമ്പോൾ 400 എത്താണ്ട് കുറച്ചേ ഉള്ളൂ. 19 നമ്മുടെ ആൻസറിന്. സംശയമുള്ളവർ 19 × 19 കൊടുത്താൽ മതി. 19ന്റെ സ്ക്വയറാ 361. ഓക്കെ അല്ലേ. ഇനി കുറച്ചുകൂടി വലുതിലോട്ട് പോവാം നമുക്ക്. അപ്പോ കുറച്ചുകൂടി വലുതിലോട്ട് നമ്മൾ പോവാണ്. അപ്പൊ അടുത്തത് 841ന്റെ സ്ക്വയർ റൂട്ട്. 841 സ്ക്വയർ റൂട്ട് ഓഫ് 841. വളരെ സിമ്പിൾ ആണ്. 1 അവസാനത്തെ അംഗം നമ്മൾ എടുത്തു. ഒന്നാമത്തെ വിരലാണ് വന്നത്. ഒന്നാമത്തെ വിരലിന്റെ 9 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. അപ്പോ ഇത് 400ന്റെയും 900ന്റെയും ഇടയിലാണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം 400ന്റെയും 900ന്റെയും ഇടയിലാണ്ട് 1 എന്ന് പറഞ്ഞാൽ 21 ആവും. 20ന്റെയും 30ന്റെയും ഇടയിൽ എടുക്കത്തുള്ളൂ. 400ന്റെയും 900ന്റെയും ആകുമ്പോൾ നമ്മൾ 20 30 എടുക്കത്തുള്ളൂ. കാരണം 400 900 9ന്റെ സ്ക്വയറിൽ 3. അപ്പം 20 30 എടുക്കത്തുള്ളൂ. അപ്പൊ 21 ആകും. ഇത് 29 ആകും. 1 × 21 അല്ലെങ്കിൽ 29. 1 × 21 അല്ലെങ്കിൽ 29. പിന്നെ നോക്കേണ്ടത് രണ്ടും ചെയ്ത് നോക്കുന്നത്. സംശയമുള്ളവർക്ക് രണ്ടും ചെയ്ത് നോക്കാം. 21 × 21 ചെയ്യാം. അല്ലെങ്കിൽ 29 × 29 ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ലാതെ നമുക്ക് ചെയ്യാതെ തന്നെ എടുക്കാനുള്ള ടെക്നിക്കാണ്. 900 എത്താനായിട്ട് എന്തായാലും 841 900ന്റെ വളരെ അടുത്താവുള്ളത്. അപ്പൊ വലിയ സംഖ്യ എടുത്താൽ പോരെ. രണ്ടാമത്തെ വരുന്നത് 29 വലുതല്ലേ. 21നേക്കാളും വലുതല്ലേ 29. അപ്പൊ 29 ആൻസർ നമുക്ക് 29ന്റെ സ്ക്വയർ ആണ് 841 എന്ന് പറയുന്നത്. സംശയമുള്ളവർക്ക് 29 × 29 × 29 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. ഇനി അടുത്ത് കുറച്ചുകൂടി വലുതിലോട്ട് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള സ്ക്വയർ റൂട്ട് ആണെന്നാണ്. കാരണം 4 അക്ക സംഖ്യയാണ് വരാൻ പോകുന്നത്. കുറച്ച് വലുതാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ രീതിയിൽ സ്പ്ലിറ്റ് ഒക്കെ ചെയ്തിട്ട് കാണാൻ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല. നമ്മുടെ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ തരാം ക്വസ്റ്റ്യൻ തരാം. സ്ക്വയർ റൂട്ട് ഓഫ് 1156. 4 നമ്പർ ഉണ്ട്. 1156ന്റെ സ്ക്വയർ റൂട്ട് എത്ര? നമ്മൾ ഒരൊറ്റ ഇതേ നോക്കത്തുള്ളൂ. അവസാനം എന്താ വന്നേ? 6. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ട്രിക്ക് എന്ത്? സ്പൈഡർമാൻ ട്രിക്കാണ്. സോറി, സൂപ്പർമാൻ വന്നു പോകുന്നുണ്ട്. സ്പൈഡർമാൻ ട്രിക്കാ. അപ്പോൾ സ്പൈഡർമാൻ്റെ എടുത്തു. അവസാനത്തെ നമ്പർ ഒന്നുകൂടി പറയാൻ 1156 ആണ് ക്വസ്റ്റ്യൻ. 1156ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. 1156 എത്ര കാണാൻ വേണ്ടി അവസാനത്തെ സംഖ്യ 6 ആണ്. അപ്പൊ നമ്മുടെ ഇതെടുത്തു. അവസാനത്തെ സംഖ്യ 6 ആണ് വന്നേ. നമ്മൾ ഇതെടുത്തു. 6ാമത്തെ വിരലെടുത്തു. 6ാമത്തെ വിരലിന്റെ വാല്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എത്ര? 6 വരും അല്ലെങ്കിൽ 4 വരും. 1 × 6 ആയിരിക്കും അല്ലെങ്കിൽ 4 ആയിരിക്കും. കാരണം 6 പിന്നെ 10 ചെയ്യാനായിട്ട് 4 അല്ലേ. അപ്പൊ 6ഉം 4ഉം ആണ് ഇതിന്റെ വാല്യൂ വരുന്നത്.
അപ്പോൾ ഇനി നോക്കേണ്ടത് 1156 ഏതിന്റെ ഇടയിലാണ് നോക്കണം. നമുക്കറിയാം 900-ന്റെയും 1600-ന്റെയും ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. 1600-ന്റെ താഴെയാണ്. അങ്ങനെ നോക്കിയാൽ മതി. 1600-ന്റെ താഴെ, 1600-ന്റെ താഴെ എന്ന് പറയുമ്പോൾ 900-ന്റെ ഇടയിലെന്നേ വരത്തുള്ളൂ. 1600-ന്റെ താഴെ എന്ന് പറയുമ്പോൾ 900-ന്റെ ഇടയിൽ നിന്നേ വരത്തുള്ളൂ. അതങ്ങനെയാ. അപ്പോ 900-ന്റെയും 1600-ന്റെയും ഇടയിലാണ്. അപ്പൊ നമുക്കറിയാം 900-ന്റെയും 1600-ന്റെയും ഇടയാകുമ്പോൾ നമ്മൾ 30, 40 എടുക്കത്തുള്ളൂ. 900 എന്ന് 3-ന്റെ സ്ക്വയർ 30, 1600 16 എന്ന് പറയുമ്പോൾ 4-ന്റെ സ്ക്വയർ 40, അങ്ങനെ. അപ്പൊ 30-ന്റെയും 40-ന്റെയും ഇടയിലുള്ള വാല്യൂ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ 1156-ന്റെ സ്ക്വയർ റൂട്ട് ലാസ്റ്റ് വരുന്ന 6 ആണ്. 6ാമത്തെ ഇതെടുത്തു. 6 ഒന്നിരിക്കും 4 ആയിരിക്കും, അല്ലെങ്കിൽ 6 ആയിരിക്കും നമ്മുടെ ആൻസർ. 30-ന്റെയും 40-ന്റെയാണ് നമ്മൾ എടുക്കുന്നത്. 30 വെച്ച് 6 36 വരും ഒന്നിരിക്കുന്ന ആൻസർ. ഒന്നിരിക്കുന്നതിന്റെ ആൻസർ 36 വരും. അടുത്തത് 34. ഒന്നിരിക്കും 34 അല്ലെങ്കിൽ 36. ഓക്കെ അല്ലേ? ഒന്നിരിക്കും 34 അല്ലെങ്കിൽ 36. കാരണം 30-ന്റെയും 40-ന്റെയും ഇടയിലാണ് നമ്മൾ എടുക്കത്തുള്ളൂ. 900-ന്റെയും 1600 ഇടയിൽ വരുമ്പോൾ 30-ന്റെയും 40-ന്റെയും എടുക്കത്തുള്ളൂ. അപ്പൊ ഒന്നിരിക്കുന്ന ആൻസർ ഇവിടെ 6, ഇതിന്റെ വാല്യൂ 6 4 അല്ലേ? 6 ആകുമ്പോൾ ഒന്നിരിക്കും 36 ആകുമ്പോൾ ഒന്നിരിക്കൽ 36, 4 ആകുമ്പോൾ ഒന്നിരിക്കും 34. ഒന്നിരിക്കും 34 അല്ലെങ്കിൽ 36 ആയിരിക്കും. അപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചെയ്തതിനൊക്കെ 36 ചെയ്യാം, അല്ലെങ്കിൽ 34 ചെയ്യാം. 34 × 34 ചെയ്താലും ആൻസർ അത് വരുന്നത് 1156 ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 36 × 36 ചെയ്യാം. നമ്മളപ്പോ രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ ആ രീതി നോക്കുക. 1156 എന്ന് പറയുമ്പോൾ എന്തായാലും 1600 എത്താനായിട്ട് കുറെ പോകാനുണ്ട്. അറിയല്ലേ? 1100 900-ന്റെ ആണ്. 900-ന്റെയും 1600-ന്റെ ഇടയില്ല, എന്തായാലും കുറെ പോകാനുണ്ട്. മനസ്സിലാക്കിയ പോരെ. ഇവിടുത്തെ വാല്യൂ 36 അല്ലെങ്കിൽ 34 ആണ്. അപ്പൊ എന്തായാലും 1600 എത്താനായിട്ട് കുറെ പോകാനുള്ളത് നമ്മൾ ഫസ്റ്റ് എടുത്തു. 34 അല്ലേ ചെറുത്? 34 അല്ലെങ്കിൽ 36 വരും. 34 ഇടുക. 34 × 34 ഒന്ന് ചെയ്ത് നോക്കി. 34 × 34 ചെയ്യുമ്പോൾ നമുക്ക് 1156 കിട്ടും. 34 ആണ് നമ്മുടെ ആൻസർ. 1156 സ്ക്വയർ റൂട്ട് ആണെന്നാൽ നമ്മൾ 34 കിട്ടുന്നു, നമുക്ക് 36 കിട്ടുന്നുണ്ട്. അപ്പൊ 34 നമ്മുടെ ആൻസർ. 34 അതെങ്ങനെ എടുത്തെന്ന് വെച്ചാൽ രണ്ടും ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ 1156 1600 എത്താനായിട്ട് കുറെ പോകാനുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും ഫസ്റ്റ് വരുന്ന നമ്പർ ആയിരിക്കും 34. ചെറുതല്ലേ? 36-ന് വലുതാ. അപ്പൊ 34 എടുത്തു നമ്മൾ. 34 × 34 1156. ഇതില് ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പതിയെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ 1089 1089 1089-ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 1089 1089. അപ്പൊ നമുക്കറിയാം ലാസ്റ്റ് അവസാനത്തെ സംഖ്യ 9 വരുന്നത്. 9ാമത്തെ വിരൽ എടുത്തു. 9ാമത്തെ വിരലിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി 9-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3-ന്റെ സ്ക്വയർ 9, 3 അല്ലെങ്കിൽ 7. അപ്പൊ ഇനി നോക്കാനുള്ളത് 3 അല്ലെങ്കിൽ 7 ആൻസർ വരുന്നത് നമുക്ക്. അപ്പൊ ഇനി നോക്കാനുള്ള 900 എന്തായാലും 1600-ന്റെ താഴെയാ. 1189 എന്ന് പറയുമ്പോൾ 1600-ന് താഴെ. അപ്പൊ 900-ന് ഇടയിലാ. അപ്പൊ 30 അല്ലെങ്കിൽ 40 നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ വാല്യൂ വന്നിട്ട് 3 അല്ലെങ്കിൽ 7. ഒന്നിരിക്കും 37 വരും, അല്ലെങ്കിൽ 33 വരും. 3 37 അല്ലെങ്കിൽ 37, 33 അല്ലെങ്കിൽ 37. ഇത് രണ്ടത്തെ ഒരു ആൻസർ വരും. ഇനി രണ്ടും നോക്കാൻ ചെയ്യുന്നവർക്ക് 33 × 33 ചെയ്യാം, അല്ലെങ്കിൽ 37 ചെയ്യുന്നവർക്ക് 37 × 37 ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കറിയാം 1089 എന്ന് പറയുമ്പോൾ 1600 എത്താനായിട്ട് എന്തായാലും കുറെ പോകാനുണ്ട്. അപ്പോ ഫസ്റ്റ് ചെറുത് എന്താ വരുന്നത്? 33. അപ്പൊ 33 × 33 ചെയ്ത് നോക്കി. 33-നെ സ്ക്വയർ തന്നെ 1089 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ 33. ഒരു പേൻ ആവശ്യമുണ്ടാ? ഒരു പെൻസിലിന്റെ ആവശ്യമുണ്ടാ? ഒന്നിന്റെ ആവശ്യമില്ല. ഈ ട്രിക്ക് ഒന്ന് നിങ്ങൾ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്ത കുറച്ചുകൂടി വലുതിലോട്ട് പോവാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു 1-ന്റെയും 2500-ന്റെയും ഇടയിലുള്ള ഈ ട്രിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ ഏത് സംഖ്യയുടെ സ്ക്വയർ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നോക്കുന്നത് 1 മുതൽ 2500 വരെയാ. അപ്പോ ഇനി അടുത്ത് കുറച്ചുകൂടി വലുതിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 1764 1764 ഇതിന്റെ സ്ക്വയർ ഓഫ് 1764. നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ എഴുതുക. 1764-ന്റെ സ്ക്വയർ. അവസാനത്തെ സംഖ്യ വരുന്നത് നമുക്കറിയാം 4 ആണ്. 4ാമത്തിന് ഇതെടുത്തു. 1 2 3 4ാമത്തെ വിരൽ എടുത്തു. 4ാമത്തെ വിരലിന്റെ വാല്യൂ നമുക്കറിയാം എത്ര? 1-2 അല്ലെങ്കിൽ 8 ആയിരിക്കും ആൻസർ. പിന്നെ നോക്കാനുള്ളത് 1764 എന്ന് പറയുമ്പോൾ
എത്ര 2500 2500 താഴെയാ, അതായത് 1600 കൂടുതലാ 2500 താഴെയാ. 1600 കൂടുതലും 2500 താഴെ ആകുമ്പോൾ 2500 താഴെ ആണെങ്കിൽ എന്തായാലും 1600 വരത്തുള്ളൂ. അത് അങ്ങനെ ഓർത്താൽ മതി. നമ്മൾ ഈ ട്രിക്കിലൂടെ നോക്കുമ്പോൾ 2500 താഴെ ആണെങ്കിൽ 1600 വരത്തുള്ളൂ. ഒരെണ്ണം അറിഞ്ഞാൽ മതി. അപ്പൊ 2500 താഴെ അത്. അപ്പോ നമുക്കറിയാം 1600 2500 ഇടയിലുള്ള വരുമ്പോൾ നമ്മൾ 40 അല്ലെങ്കിൽ 50 എടുക്കത്തുള്ളൂ. കാരണം 16 എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയറാ 1600. അപ്പോ 40. 2500 ആകുമ്പോൾ 25, 5ന്റെ സ്ക്വയറാ 50. 40ന്റെ 50നെ എടുക്കത്തുള്ളൂ. അപ്പൊ അവസാനത്തെ സംഖ്യ വന്നത് 1764 സ്ക്വയർ റൂട്ട്. അവസാനത്തെ സംഖ്യ 4 1 1 2 3 4. 4 4 ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 8 ആയിരിക്കും നമ്മുടെ ആൻസർ. നമുക്കറിയാം 40ന്റെയും 50ന്റെയും ഇടയിലുള്ള എടുക്കത്തുള്ളൂ നമ്മൾ. അപ്പൊ ഒന്നിരിക്കും നമ്മുടെ ആൻസർ 48 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ 42 ആയിരിക്കും. 42 അല്ലെങ്കിൽ 48, 42 48. ഓക്കെ അല്ലെ? 42 അല്ലെ 48, രണ്ടും ചെയ്യുന്നവർക്ക് രണ്ടും ചെയ്യാം. 42 × 42 ചെയ്യാം, അല്ലെ 48 × 48 ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറിയ രീതി ഒന്ന് ചിന്തിച്ചാൽ മതി. 1764 2500 എത്താനായിട്ട് 2500 എത്താനായിട്ട് എന്തായാലും കുറെ പോകാണ്ട്. 1764 2500 എത്താനായിട്ട് കുറെ പോകാണ്ട് മുമ്പോട്ട്. അപ്പൊ എന്തായാലും ചെറുത് വരത്തുള്ളൂ. അപ്പൊ ചെറുത് ഏതാ? ഒന്നിരിക്ക് 32 അല്ലെ 32 അല്ലെങ്കിൽ 42 അല്ലെങ്കിൽ 48 എന്ന് പറഞ്ഞു നമ്മള്. അപ്പൊ 42 ഒന്ന് ചെയ്ത് നോക്കി നിങ്ങൾ. 42 ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 42ന്റെ സ്ക്വയറാ 1764 എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, 2025ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2025. ലാസ്റ്റ് വരുന്ന 5 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ 5. അപ്പോ 5 അഞ്ചാമത്തെ വിരൽ എടുത്തു. 1 2 3 4 5. അഞ്ചാമത്തെ വിരൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി 5ന്റെ വാല്യൂ 5 തന്നെ. അപ്പോ 40 50. കാരണം 2025 എന്ന് പറയുമ്പോൾ 25ന് താഴെ, 25ന് താഴെ, 25ലും താഴെ. അപ്പോ 5 എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിലേക്ക് 40 എടുക്കും, അല്ല 50ന്റെ ഇടയിൽ എടുക്കത്തുള്ളൂ. അപ്പൊ 45. വേറെ ഒന്നും ചെയ്യാനില്ല, 45 നമ്മൾ ആൻസർ. വേറെ ഒന്നും ചെയ്ത് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ 45 × 45 ഒന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 2025 എന്ന് പറയുമ്പോൾ 45ന്റെ സ്ക്വയറാ. 2025 എന്ന് പറയുമ്പോൾ 45ന്റെ സ്ക്വയറാണ്. നമ്മൾ ഇവിടെ സ്പ്ലിറ്റും ചെയ്യുന്നില്ല, കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് 45 എടുത്തു, 45ന്റെ സ്ക്വയറാ 2025. ഇനി ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ നടത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യമാണ്. അപ്പൊ അതിങ്ങനെയാ, 2401ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 2401. 2401. 2401ന്റെ സാധാരണ രീതി ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, അറിയത്തില്ല. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇതാ. സ്പൈഡർമാൻ എടുത്തു. 2401 അവസാനം വരുന്ന ഒന്നാമത്തെ വിരൽ നമ്മൾ എടുക്കത്തുള്ളൂ. അവസാനം വരുന്ന ഒന്നാമത്തെ വിരൽ നമ്മൾ എടുക്കത്തുള്ളൂ. ഒന്നാമത്തെ വിരലിന്റെ വാല്യൂ നമുക്കറിയാം 1 അല്ലെങ്കിൽ 9. കാരണം 10 എത്താനായിട്ട് 9 കൂട്ടിയാൽ മതി. അപ്പൊ 1 9 ഇതിന്റെ വാല്യൂ 1 എടുക്കത്തുള്ളൂ. ഇനി അടുത്തത് കൺസിഡർ ചെയ്യാനുള്ള അടുത്ത ഇതെന്ന് പറഞ്ഞാൽ 2500 താഴെ. 2500 താഴെ എന്ന് പറയുമ്പോൾ 1600 ഇടയിൽ നിന്ന് ഓർത്ത. 2500 താഴെ എന്ന് പറയുമ്പോൾ 1600 ഇടയില. അത് അങ്ങനെയാ. അപ്പൊ 2500 താഴെ അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം 50 40 അല്ലെങ്കിൽ 50ന് ഇടയിൽ എടുക്കത്തുള്ളൂ. അപ്പൊ ഒന്നിരിക്കുന്ന നമ്മുടെ ആൻസർ 41 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ 49 ആയിരിക്കും. ഒന്നിരിക്കും 41 ആയിരിക്കും, അല്ലെങ്കിൽ 49 ആയിരിക്കും. സംശയമുള്ളവർക്ക് 41 × 41 ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. 1401 എന്ന് പറയുന്നത് 2401 എന്ന് പറയുന്നത് 2500 അടുത്താ. 2401 എന്ന് പറയുന്നത് 2500 എത്താനായിട്ട് വളരെ അടുത്താ. അപ്പൊ എന്തായാലും വലിയ സംഖ്യ എടുത്താൽ പോരെ. വലിയ സംഖ്യ എത്ര? ഒന്നിരിക്ക് 41 ആയിരിക്കും, 49 ആയിരിക്കും ആൻസർ. 49. സംശയമുള്ളത് 49 × 49 ഒന്ന് ചെയ്ത് നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും നമ്മുടെ ആൻസർ. 2401 എന്ന് പറയുന്നത് 49ന്റെ സ്ക്വയറാ. ഇപ്പൊ വളരെ സിമ്പിൾ അല്ലേ? ഈ ഒരു ട്രിക്ക്, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 2 തവണ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ഇതിന്റെ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് ഇത് വന്നു, അതിന്റെ ഇടയിൽ പെട്ടെന്ന് അതാണ് ആൻസർ, ഇത് വന്നു ആൻസർ. അത്രയേ ഉള്ളൂ. അത്ര പെട്ടെന്ന്, അത്ര സെക്കൻഡ്, വളരെ സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു പേനയോ പെൻസിലോ ഒന്നും ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടോ ഇതാണ് ഈ സംഭവം ആൻസർ എന്ന് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഈ പാറ്റേൺ ഫുൾ ഫോളോ ചെയ്തിട്ട് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ 0ന്റെ നോക്കിയില്ല. കാരണം 0ന്റെ നമുക്കറിയാം 2500 ലാസ്റ്റ് ഞാൻ പറഞ്ഞു. 2500 നോക്കുകയാണെങ്കിൽ 2500 ലാസ്റ്റ് 2500 പറയുമ്പോൾ ലാസ്റ്റ് 0 വരുന്നത്. 0 നമുക്കറിയാം, 0 ലാസ്റ്റ് 0 0 എന്ന് 10ാമത്തെ നമ്മൾ എടുക്കുന്നത് 10. അപ്പൊ നമ്മൾ എന്തായാലും 40 ലാസ്റ്റ് 2500 പറയുമ്പോൾ 40 50 എടുക്കത്തുള്ളൂ.
നമുക്കറിയാം ലാസ്റ്റ് 50 50ന്റെ ലാസ്റ്റ് രണ്ടാമത്തെ ലാസ്റ്റ് 50 വരുന്നത്. ഇനി 400 ആണെങ്കിൽ വളരെ സിമ്പിൾ എടുക്കുക. കാരണം 100ന്റെ 400ന്റെ ഇടയിലാണ് നമ്മൾ 10 20 എടുക്കത്തുള്ളൂ. 400 ആകുമ്പോൾ ലാസ്റ്റാ 20 പൂജ്യം വരുന്നത്. പൂജ്യം ലാസ്റ്റ് 400ന്റെ പൂജ്യം ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വരുന്നത് എന്താ 400 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അല്ലേ 100ന്റെ 400ന്റെ ഇടയിൽ എടുക്കത്തുള്ളൂ. അപ്പൊ 400 ലാസ്റ്റ് ആയതുകൊണ്ട് 10ന്റെ 20 എടുക്കത്തുള്ളൂ. 20 ആൻസർ. 100 ആണെങ്കിൽ 10 അത്രേ ഉള്ളൂ. അപ്പോ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഇത് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നോട്ട് ആക്കിയിട്ട് ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിരുത്തി നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നുകൂടി നിങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ഏതൊരു സ്ക്വയറിന്റെ ഞാനിപ്പോൾ 2500 പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു വന്നാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.